വരുന്നത് ഞാൻ തലപ്പന് ടൂ വീലറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എഴുമാന്തുരത്ത് അപ്പുറം വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു 1:30 സമയത്താണ്. അപ്പോൾ ഈ സാധാരണ വെയിലിൻ്റെ ചൂടുള്ളതിലും പെട്ടെന്ന് നമ്മൾ ഈ ചവറൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ പോകുന്ന രീതികൾ പെട്ടെന്നൊരു ചൂട് വന്നു. അത്ര വലിയ കാര്യമാക്കിയില്ല. ഇന്ന് വൈകുന്നേരം ഇവിടെ വന്നപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ ഈ വെയിൽ കൊണ്ട ഭാഗത്ത് മൊത്തം നീര് വെക്കാൻ തുടങ്ങി. നീര് വെച്ചിട്ട് അതൊന്ന് ചുരഞ്ഞു പൊട്ടി. പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത് നിന്നുള്ള ആരോഗ്യകേന്ദ്രത്തിൽ കൊണ്ട് ശനിയാഴ്ച കൊണ്ട് കാണിച്ചപ്പോൾ അവിടുന്ന് ഈ ചൊറിച്ചെന്നുള്ള ഒരു ഗുളികയും ഒരു ഓയിൻമെൻറ്റും തന്നു. അപ്പോൾ അത് പറ്റിയിട്ടും പിന്നെ ഇത് വിണ്ട് കീറി ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച മെഡിക്കൽ കോളേജിൽ പോയി ത്വക്ക് രോഗത്തിൻ്റെ ഇതിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവിടുത്തെ പ്രൊഫസറുടെ പരിശോധന പുള്ളിയാണ് പറയുന്നത് ഈ അൾട്രാവയലറ്റ് രശ്മി ഈ ഓസോൺ വിള്ളലിലൂടെ ഉണ്ടായ ഇത് ഒരു പെട്ടെന്ന് അടിച്ചതാണ്. പുറത്തൊന്നും വിഷയമില്ല. ഈ ഫ്രണ്ടിൽ മാത്രമേ ഇങ്ങനെ വിണ്ട് കയറി ഇങ്ങനെ വല്ലാതെ വെള്ളം ഒഴുകി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കാലെ കാണുന്ന പോലെയുള്ള ആ രീതിക്കായിരുന്നു മൊത്തം ഈ പെടലെല്ലാം നീര് വെച്ച് നല്ല കണ്ണ് ശാല എല്ലാം മൊത്തം നീരായിട്ട് ഇരിക്കുക. പുറത്തൂടെ പോകുമ്പോഴുള്ളൊരു ചൂട് പെട്ടെന്നൊരു ചൂട് മൊത്തത്തിൽ ഫീൽ ചെയ്തു. ആ അത് ഫ്രണ്ട് ഭാഗം മാത്രമായിട്ട്. നമ്മുടെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ പ്രദേശത്ത് വന്നിട്ട് ആളെയൊന്നും കണ്ടില്ല. വടക്കാലി പാലത്തിന്റെ അടുത്ത് ഷാപ്പിനോട് ചേർന്ന ഒരു മാടക്കട കടയിലേക്കുള്ള സാധനം എടുക്കാൻ പോവുക. MIT പോകുമ്പോഴാണ് സംഭവം. അപ്പൊ അന്നേരമാണ് നമുക്ക് ഇതിങ്ങനെ അടിക്കുന്നത്. അപ്പൊ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു അടിക്കുന്നത്. നമ്മള് കാണിച്ച ആരോഗ്യ ഇൻഷുറൻസിന്റെ അത് ഡോക്ടറെ കാണിച്ചില്ല. അവിടെ മെഡിക്കൽ സ്റ്റോറിലും നമ്മുടെ നീതി മെഡിക്കലിലൊക്കെയാണ്. അപ്പൊ അവർ പറഞ്ഞ് ഈ മരുന്ന് ഇവിടെ ഇല്ല, ഇത്രയും വില കൂടുതൽ മരുന്നാണ്ട് അവരങ്ങ് എടുത്ത് വെക്കാറില്ല. പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചപ്പം അവിടെ ഈ കാർഡിന്റെ പരിപാടി ഇല്ലെന്ന് പറഞ്ഞു. ഇല്ല കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ അവർ വന്ന് എന്നെ കണ്ട് കാര്യങ്ങളൊക്കെ കുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടായിരുന്നു കല്ലറ ഗ്രാമപഞ്ചായത്തിലെ ഇതിൽ. പിന്നെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല.